ഹലോ എവരിവൺ, ഞാൻ സിമി റോബിൻ, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ്, ഫാമിലി ആൻഡ് റിലേഷൻഷിപ്പ് കൗൺസിലർ ആൻഡ് പ്രൊഫഷണൽ ട്രെയിനർ. വ്യായാമം ചെയ്യുക എന്നുള്ളത് നമ്മുടെ ശരീരത്തിന്റെ മനസ്സിന്റെ ആരോഗ്യത്തിന് ഒരുപാട് ബെനിഫിറ്റ് തരുന്ന ഒന്നാണ് നമുക്കറിയാം. നമ്മൾ ഒരുപാട് പേരുടെ മോട്ടിവേഷണൽ ആയിട്ടുള്ള കഥകളും അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഇൻസ്പിറേഷനും ഒക്കെ കേൾക്കാറുണ്ട്. എങ്കിലും പലപ്പോഴും നമുക്ക് ഒരു വിലങ്ങുതടിയായിട്ട് നിൽക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് എനിക്കിത് സാധിക്കുമോ അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഇതൊക്കെ പറ്റുമോ എന്നുള്ളതാണ്. പലപ്പോഴും റീലുകളിലും സോഷ്യൽ മീഡിയകളിലും ഒക്കെ അവരുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ ജേർണി അല്ലെ വെയിറ്റ് ലോസ് ജേർണി ഒക്കെ ആളുകളുടെ കാണിക്കുമ്പോൾ നമ്മളുടെയൊക്കെ മനസ്സിൽ സ്വാഭാവികമായിട്ടും കടന്നു പോകുന്ന ഒരു ചിന്ത എന്ന് പറയുന്നത് ഇതൊക്കെ അവർക്ക് സാധിക്കും, എന്നെ കൊണ്ട് പറ്റുമോ എന്നുള്ളതാണ്. എന്നാൽ നമുക്കൊക്കെയും നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ പോസിബിൾ ആണ് എന്നുള്ളതാണ്. അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് ഞാൻ എൻ്റെ തന്നെ ഒരു സ്റ്റോറിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. കാരണം എക്സസൈസ് എത്രമാത്രം നമ്മുടെ ലൈഫിൽ ഇമ്പോർട്ടന്റ് ആണ് എന്നും എസ്പെഷ്യലി നമ്മളുടെ മെന്റൽ ഹെൽത്തിനും അതോടൊപ്പം തന്നെ ഫിസിക്കൽ ഹെൽത്തിനും ബെനഫിഷ്യൽ ആണ് എന്നുള്ളത് എൻ്റെ ഓൺ എക്സ്പീരിയൻസ് വെച്ച് തന്നെയാണ് ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇത് നിങ്ങൾക്കൊരു മോട്ടിവേഷൻ ആകും എന്നുള്ളൊരു കാര്യം എനിക്ക് ഉറപ്പാണ്. വെയിറ്റ് ലോസ് ജേർണി അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്നതിനെ കുറിച്ചൊന്നും സാധാരണ നമ്മൾ പൊതുവിലുള്ള സ്ത്രീകളെ പോലെ അല്ലെങ്കിൽ മനുഷ്യരെ പോലെ ഞാനും ഒന്നും ചിന്തിച്ചിട്ടില്ല എന്നുള്ളതായിരുന്നു വാസ്തവം. ഏകദേശം ഒരു 5 വർഷം അല്ലെങ്കിൽ ഒരു 6 വർഷം ആ ഒരു കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു സമയത്തെ എൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 80 കിലോ ആയിരുന്നു. ആ ഒരു സമയത്ത് എനിക്ക് ഒരുപാട് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ മാനസികമായിട്ടും ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നു. സ്പെഷ്യലി എനിക്ക് PCOD ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ബാക്ക് പെയിൻ സിവിയർ ആയിരുന്നു. അങ്ങനെ ഒരുപാട് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ആ ഒരു സമയത്തുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴൊന്നും ഒരു എൻ്റെ ഒരു വെയിറ്റ് കുറയ്ക്കണമെന്നോ അല്ലെങ്കിൽ ഈ ഒരു അസുഖത്തിനൊക്കെ ഈ വെയിറ്റിൽ എത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലെങ്കിൽ എക്സസൈസിന് എത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ള ഒരു ചിന്തയൊന്നും ആ ഒരു ടൈമിൽ എനിക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ ഈ ഒരു കൺസൾട്ടേഷൻ ഈ ഒരു അസുഖത്തെ കുറിച്ച് ഉള്ള ഇതിൽ കൂടുതൽ ഞാൻ റിസർച്ച് നടത്തുകയൊക്കെ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ എക്സസൈസ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയുള്ള സിംറ്റംസ് കുറയ്ക്കാനും നമ്മുടെ ഹോർമോൺ ഒക്കെ ഏറെക്കുറെ ഒന്ന് ബാലൻസ് ചെയ്യാനും ഒക്കെ ഈ എക്സസൈസ് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോഴും എൻ്റെ മനസ്സിലുള്ള ഒരു ചിന്ത എന്താന്ന് ചോദിച്ചാൽ എക്സസൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? കാരണം ഡെയിലി ഒരുപാട് ജോലികൾ നമ്മളുടേതായിട്ടുള്ള നമ്മൾ ചെയ്യുന്നുണ്ട്, ഒരുപാട് ആ ജോലികൾ ചെയ്യുന്നതിന് വേണ്ടി നടക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ തന്നെ ഒരു എക്സസൈസ് അല്ലേ? അല്ലാതെ ഈ എക്സസൈസ് അല്ലെ വ്യായാമം എന്ന് പറഞ്ഞൊരു കാര്യം ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള ഒരു തോട്ട് പൊതുവെ നമുക്കൊക്കെ ഉണ്ടാകുന്ന പോലെ എനിക്കും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഒരുപാട് ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്തപ്പോൾ അവരാണ് പറഞ്ഞത് എക്സസൈസ് ചെയ്യേണ്ടതും നമ്മളുടെ വെയിറ്റ് നമ്മൾ അഡിക്വേറ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതേയും ആവശ്യകത ഉണ്ട് എന്നുള്ളത്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് നമ്മളുടെ ഒരു ലൈഫിന്റെ പാർട്ടായിട്ട് കൊണ്ടുപോകേണ്ട ഒന്ന് തന്നെയാണ് എന്നുള്ളതാണ്. പൊതുവിൽ മറ്റെല്ലാ കാര്യത്തിനും നമ്മൾ സമയം മാറ്റി വെക്കാൻ തയ്യാറാണ് എങ്കിലും എക്സസൈസിന്റെ കാര്യത്തിൽ നമ്മൾ പൊതുവിൽ ഒരു അല്പം പുറകോട്ട് പോകുന്ന ഒരു ശീലമാണ് പൊതുവിലുള്ളത്. എനിക്കും ആദ്യമൊക്കെ ഇങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നു എങ്കിലും പിന്നീട് എനിക്ക് മനസ്സിലായി എൻ്റെ ആരോഗ്യം അല്ലെങ്കിൽ എനിക്ക് അസുഖങ്ങളിൽ നിന്നൊക്കെ മോചനം കിട്ടണം അല്ലെങ്കിൽ മാനസികമായിട്ടൊക്കെയാണ് എങ്കിൽ ഒരു എനർജി ഫീലിംഗ് ഒക്കെ വരണമെങ്കിൽ ഒരു പോസിറ്റിവിറ്റി കൂട്ടണമെങ്കിൽ എക്സസൈസ് ചെയ്തേ മതിയാകൂ എന്നുള്ള ഒരു ഇൻട്രിൻസിക് മോട്ടിവേഷൻ. അതായത് പുറമേ നിന്ന് ആരൊക്കെ എന്തൊക്കെ നമുക്ക് മോട്ടിവേഷൻ തന്നാലും ഒരു കാര്യം വേണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് തോന്നണം, ശരിയല്ലേ? നമുക്ക് തോന്നിയെങ്കിൽ മാത്രമേ ആ ഒരു കാര്യം നമ്മൾ ചെയ്യാനായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് കാണിക്കും. അങ്ങനെ അതൊരു ആവശ്യമാണെന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ എക്സസൈസ് എന്നുള്ള ഒരു ആശയത്തിലേക്ക് വരുന്നത്. അവിടെയും എക്സസൈസ് ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കുമ്പോൾ തന്നെ അറിയാം ഒരല്പം സ്ട്രഗിൾ ഉള്ള കാര്യമാണ്. കാരണം നമ്മൾ ഫിസിക്കലി ഒരല്പം വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ അതിന് നമ്മൾ മുൻപോട്ട് ഇറങ്ങാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പൊ അതുവരെയും നമുക്ക് ചെയ്യാതിരുന്ന ഒരു വ്യക്തി, അതോടൊപ്പം തന്നെ വെയിറ്റ് ഒരു 80 കിലോ ഉള്ള ഒരു വ്യക്തിക്ക് ശരീരം അനങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ബുദ്ധിമുട്ടുകൾ വരും, ശരീരം മുഴുവൻ വേദന വരും. അപ്പോഴൊക്കെ നമ്മൾ അത് ഡിസ്കണ്ടിന്യൂ ചെയ്യാനായിട്ടുള്ള ഒരു പോസിബിലിറ്റി കൂടുതലാണ്. അങ്ങനെ ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി ഞാൻ ആദ്യം ചെയ്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ബോഡി ചെറിയ ചെറിയ സ്ട്രെച്ചിങ് എക്സസൈസ് വെച്ച് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. അതായത് ഒരു 1 വീക്കോളം ഞാൻ സ്ട്രെച്ചിങ് എക്സസൈസുകൾ, അതോടൊപ്പം തന്നെ ആം സ്വിങ് പോലുള്ള കൈകൾ വെറുതെ മുമ്പോട്ടും പുറകോട്ടും ഒക്കെ ചലിപ്പിക്കുക, കൈ വീശി ഒന്ന് നടക്കുക. അതായത് നമ്മുടെ ബോഡിയെ എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തെടുക്കാൻ വേണ്ടി ഞാൻ 1 വീക്ക്, അതായത് സ്ലോ ആയിട്ടുള്ള ഒരു എക്സ്പോഷറിന് വേണ്ടിയിട്ട് നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ഒരുക്കുകയാണ് ആദ്യം ചെയ്തത്. അതിനുശേഷമാണ് ഒരു എക്സസൈസിലേക്ക് ഞാൻ ഫോക്കസ് ചെയ്ത് തുടങ്ങി എന്നുള്ളതാണ്.
അങ്ങനെ ചെറിയ തോതിൽ തന്നെ എക്സസൈസിലേക്ക് ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നമ്മുടെ ശരീരത്തിന് സാരമായിട്ടുള്ള വേദനകൾക്കും ബുദ്ധിമുട്ടുകൾക്കും ഒക്കെ ഒരു കുറവ് വന്നു എന്നുള്ളത് എനിക്ക് തന്നെ ബോധ്യപ്പെട്ടു. അങ്ങനെ വന്നപ്പോൾ നമുക്ക് വീണ്ടും ചെയ്യാൻ ഒരു ഉത്സാഹമായി. ഇനി അടുത്ത ഒരു ചോദ്യം എന്ന് പറയുന്നത്, സ്വാഭാവികമായിട്ടും നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്നത് ഏത് രീതിയിലുള്ള എക്സസൈസ് ഫോളോ ചെയ്യണം എന്നുള്ളതാണ്. പല ഏജിലുള്ള ആളുകളായിരിക്കും നമ്മൾ, പല ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ കാണും. അപ്പൊ എല്ലാവർക്കും ഒരേ ഒരു കൃത്യമായ പാറ്റേണിലുള്ള എക്സസൈസ് ഫോളോ ചെയ്യുക എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഉദാഹരണം പറഞ്ഞാൽ ബാക്ക് പെയിൻ ഉള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന എക്സസൈസുകൾ വ്യത്യസ്തമായിരിക്കും. അതോടൊപ്പം തന്നെ ജോയിന്റിന് പ്രശ്നം അല്ലെങ്കിൽ മുട്ടുവേദന, അപ്പൊ ഇങ്ങനെ ഓരോരുത്തർക്കും അവനവന്റെ പറ്റുന്ന രീതിയിലുള്ള എക്സസൈസുകളാണ് ചെയ്യാനായിട്ട് സാധിക്കുക എന്നുള്ളത്. അവിടെ നമുക്ക് പറ്റിയ ഏറ്റവും നല്ല മെത്തഡ് ഏതാണ് എന്നുള്ളത് നമ്മൾ തന്നെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇനി എന്തെങ്കിലുമൊക്കെ എക്സസൈസ് വാരി വലിച്ച് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അധികം ബെനിഫിറ്റ് ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഒരു എക്സസൈസിന്റെ ഒരു റുട്ടീനായിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണമെങ്കിൽ ആ ഒരു എക്സസൈസ് നമ്മൾ ആദ്യമൊക്കെ ഒരു 5 മിനിറ്റ് ഒരാഴ്ച ഫോളോ ചെയ്യുക, അതിനുശേഷം ആ സമയം കൂട്ടി 10 മിനിറ്റ്സിലേക്ക് എത്തിക്കുക. അങ്ങനെ വരുമ്പോൾ അതിനെ ഒരു സ്ട്രക്ചേർഡ് ഫോർമാറ്റിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുക. അതായത് പൊതുവില് കുറച്ച് ഏജ് ആയി കഴിയുമ്പോൾ നമ്മൾ ഡോക്ടേഴ്സിന്റെ അടുത്തൊക്കെ മുട്ടുവേദന അല്ല നടുവേദന എന്നൊക്കെ പറഞ്ഞ് ചെല്ലുമ്പോൾ അവർ നമ്മളോട് പറയുന്ന ഒരു കാര്യം എക്സസൈസ് ചെയ്യാൻ തുടങ്ങുക എന്നുള്ളതാണ്. ഇത് കേൾക്കുമ്പോൾ പൊതുവിൽ എങ്ങനെയാണ് വ്യായാമം ചെയ്യേണ്ടതെന്ന് അറിയാത്ത നമ്മൾ കുറേയേറെ ദൂരം നടക്കും, അല്ലെങ്കിൽ ചില വ്യക്തികൾ പൊതുവിൽ കരുതുന്ന സ്റ്റെപ്പ് കയറി ഇറങ്ങിയാൽ മതി, അല്ലെങ്കിൽ കയറ്റം ഇറക്കം, ഇങ്ങനെയുള്ള സിറ്റുവേഷനിലൂടെ ഒക്കെ കൈയും വീശി നടന്നു കഴിയുമ്പോൾ നമ്മളുടെ ആ ബുദ്ധിമുട്ട് എന്താണോ അത് കൂടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പിന്നീട് നമ്മൾ ഈ ഒരു എക്സസൈസ് ഫോളോ ചെയ്യാനായിട്ട് മടി കാണിക്കും. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് വളരെ ചെറിയ ലളിതമായിട്ടുള്ള ശീലങ്ങൾ കുറഞ്ഞ സമയം പ്രാക്ടീസ് ചെയ്യുക. ശേഷം നമുക്കൊരു എനർജി ഫീൽ വന്നു കഴിയുമ്പോൾ പതിയെ പതിയെ എക്സസൈസുകൾ നമ്മുടെ ആരോഗ്യത്തിനനുസരിച്ച് ചെയ്തു തുടങ്ങുക എന്നുള്ളതാണ്. അതിന് ഒരുപാട് യൂട്യൂബ് വീഡിയോസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ അതിൽ ഏതാണ് എൻ്റെ ആരോഗ്യത്തിന് പറ്റിയത് എന്നുള്ളത് നോക്കി അങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്തു പോകുന്നതായിരിക്കും കുറച്ചുകൂടെ ഒരു സ്ട്രക്ചേർഡ് ഫോർമാറ്റിൽ എക്സസൈസ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. നമ്മളല്ലാതെ കുറച്ച് ദൂരം ഇങ്ങനെ നടക്കുന്നു, അല്ലെങ്കിൽ അല്ലാതെ കുറച്ചൊരു ഹിപ്പ് റൊട്ടേഷനോ അല്ലെങ്കിൽ ആം സ്വിങ്ങോ അല്ലെങ്കിൽ ഒരു സ്ട്രെച്ചിങ് എക്സസൈസ് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാൻ ഒരു മടി കാണും. നേരെ മറിച്ച് ഒരു ഇൻസ്ട്രക്ടർ ഇന്ന രീതിയിൽ ഇത്ര സമയം ചെയ്യുക എന്നുള്ള ഒരു ഇൻസ്ട്രക്ഷൻ, ഒരു ടൈം ബൗണ്ട് വെച്ചൊക്കെ ചെയ്യുന്ന വീഡിയോസുകളാണ് എങ്കിൽ നമുക്ക് ചെയ്യാൻ, അവരുടെ കൂട്ടത്തിൽ അത് ചെയ്യാനായിട്ടുള്ള ഒരു മോട്ടിവേഷൻ അത് തരും. അപ്പൊ അങ്ങനെയുള്ള ഒരു രീതി ഫോളോ ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്ക് തന്നെ അറിയാം നമ്മുടെ ശരീരത്തിന് നല്ലൊരു മാറ്റം വരും, ഒരു എനർജി ഫീലിംഗ് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ കൂടുതൽ ബെനിഫിറ്റ് കിട്ടാൻ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വിഷ്വലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു ടൈമിലൊക്കെ വെയിറ്റ് നോക്കുമ്പോൾ നമ്മുടെ ഒരു പൊതുവിലുള്ള ഒരു ശീലം, ഒരാഴ്ച അല്ലെങ്കിൽ 2-3 ദിവസം ചെയ്യുമ്പോൾ നമ്മൾ വെയിറ്റ് ചെക്ക് ചെയ്യും. പൊതുവിൽ വെയിറ്റ് ചെക്ക് ചെയ്യുമ്പോൾ വെയിറ്റിന് ഒരു മാറ്റവും ഇല്ല എങ്കിൽ നമുക്ക് ആകെ ഒരു നിരാശയാണ്. അവിടെ നമ്മൾ വെയിറ്റ് നോക്കുമ്പോൾ തന്നെ ഉള്ളിലൊന്ന് വിഷ്വലൈസ് ചെയ്യുക, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ഐഡിയൽ വെയിറ്റിലേക്ക് നമ്മൾ എത്തി എന്നുള്ള ആ വെയിങ് മെഷീനിൽ നോക്കുമ്പോൾ നമ്മൾ കാണുമ്പോൾ നമുക്കൊരു മോട്ടിവേഷൻ അത് പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നമ്മളുടെ ഫാറ്റ് ഒക്കെ മെൽറ്റ് ആയി നമ്മളുടെ ബോഡി ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ലെവലിലേക്ക് വെയിറ്റ് ഒക്കെ കുറഞ്ഞ് നല്ല ഹെൽത്തി ആയിട്ട് ഞാൻ മാറുന്നു എന്നുള്ളതും കൂടെ നമ്മൾ ഓരോ എക്സസൈസ് ചെയ്യുമ്പോഴും വിഷ്വലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതോടൊപ്പം തന്നെ നമുക്ക് ഒട്ടും ചെയ്യാൻ താല്പര്യമില്ല എങ്കിൽ ആം സ്വിങ്ങോ അല്ലെങ്കിൽ ഹിപ്പ് റൊട്ടേഷൻ പോലെയുള്ള ചെറിയ ചെറിയ എക്സസൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് വെച്ചിട്ട് ആ ഒരു മ്യൂസിക്കിനൊക്കെ അനുസരിച്ച് വേണമെങ്കിലും നമുക്ക് ചെറിയ തോതിൽ എക്സസൈസ് ചെയ്യുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് അത് വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കും. ഇനിയിപ്പോൾ അതല്ല നമുക്ക് നടക്കുന്നതാണ് കൂടുതൽ ഇൻട്രസ്റ്റ് എങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ആളുകളുമായിട്ടൊക്കെ ചേർന്ന് ഒരു ജോയിന്റ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആക്കി മാറ്റി കഴിഞ്ഞാൽ നമുക്കത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകാനായിട്ട് ഒരു ഉത്സാഹം തോന്നും എന്നുള്ളതാണ്. അതുപോലെ തന്നെ എക്സസൈസ് ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഭക്ഷണ സാധനത്തോട് അമിതമായിട്ടുള്ള ഒരു ക്രേവിങ് അല്ലെങ്കിൽ ഒരു ആർത്തി ഉണ്ടായെങ്കിൽ അതിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ നമ്മൾ സ്ഥിരമായിട്ട് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ സാധിക്കും എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ചാണെങ്കിൽ എനിക്ക് ഏറ്റവും അധികം ക്രേവിങ് ഉള്ളത് മധുരത്തോടാണ്. പക്ഷെ എക്സസൈസ് എന്നുള്ള ഒരു റുട്ടീന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിനോടുള്ള ഇൻട്രസ്റ്റ് പൊതുവിൽ കുറച്ചുകൊണ്ട് വരാൻ എനിക്ക് സാധിച്ചു. അതുപോലെ തന്നെ പൊതുവിൽ ഫുഡ്, കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഫുഡ്, ചോറ് പോലുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെ കഴിക്കുന്നതിന്റെ എമൗണ്ട് ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ഉള്ളിൽ ഒരു തോട്ട് വരും, ഞാൻ എക്സസൈസ് ചെയ്യുന്നുണ്ട്, ഞാൻ എൻ്റെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, അപ്പൊ അതിലേക്കൊക്കെ ഉള്ള അളവ് കുറച്ചുകൊണ്ട് വരാനായിട്ട് സാധിക്കും. അങ്ങനെ നമുക്ക് പതിയെ പതിയെ നമ്മുടെ വെയിറ്റ് കുറച്ചുകൊണ്ട് വരാനും ഒരു ഐഡിയൽ ആയിട്ടുള്ള ബോഡി വെയിറ്റിലേക്കും അതോടൊപ്പം തന്നെ നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാനായിട്ടും കൂടുതൽ പോസിറ്റീവ് ആയിട്ട് ഇരിക്കാനായിട്ടും ഒക്കെ ഈ എക്സസൈസ് ചെയ്യുന്നതിലൂടെ സാധിക്കും.
അങ്ങനെ 80 കിലോ ഉണ്ടായിരുന്ന ഞാൻ ഇന്ന് 62 കിലോയിലാണ് നിൽക്കുന്നത്. ഇപ്പോഴും ഈ എക്സസൈസ് ഞാൻ എന്നും തന്നെ പരമാവധി ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. കാരണം നമ്മൾ ഒന്ന് എക്സസൈസ് ചെയ്ത് ഒരു ദിവസം ഒന്ന് സമയം കുറച്ച് അതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് തന്നെ അറിയാം, നമുക്ക് മൊത്തത്തിൽ ഒരു എനർജി, ഒരു റിഫ്രഷ്മെന്റ്, അതോടൊപ്പം തന്നെ നല്ലൊരു പോസിറ്റീവ് എനർജി ഒക്കെ കൊണ്ടുതരാനായിട്ട് ഈ വ്യായാമത്തിലൂടെ സാധിക്കും. അതോടൊപ്പം തന്നെ ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാകുന്നതും പരമാവധി കുറയ്ക്കാനായിട്ട് ഫിസിക്കൽ എക്സസൈസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും.